അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അതെടുക്കുക അല്ലെങ്കിൽ അതെടുത്തോളൂ, ഞാൻ ഇന്നയാളുടെ മകനാണ് എന്ന് പറയുന്നത്. മൻ ഖാല ഖുദ്ഹ വ അന ഇബ്നു ഫുലാൻ. എന്നിട്ട് സലമ ഇങ്ങനെ പറഞ്ഞു, അതെടുക്കുക, ഞാൻ അൽ അക്വയുടെ മകനാകുന്നു. വഖാല സലമത്തു ഖുദ്ഹ വ അന ഇബ്നുൽ അക്വഇ. അബു ഇസ്ഹാഖ് വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ അൽ ബറാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂ ഉമാറ, നീ ഹുനൈൻ യുദ്ധത്തിൻ്റെ ദിവസം ഓടിപ്പോയോ? അതായത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിരുന്നോ? അൽ ബറാവ് പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എങ്ങോട്ടും ഓടിപ്പോയില്ല ആ ദിവസം. അബൂ സുഫിയാൻ അൽ ഹാരിസ് കോവർ കഴുതയുടെ കടിഞ്ഞാൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അൽ മുശ്രിക്കൂൻ, അതായത് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, തീയാരാധകർ, ഇവരൊക്കെ അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ താഴെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, അതൊരു കളവ് അല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനും ആണ്. അന്നേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും ധൈര്യമുള്ള ഒരാളെ ഞാൻ കണ്ടില്ല. عن أبي إسحاق قال سأل رجل البراء رضي الله عنه فقال يا أبا عمارة أوليتم يوم حنين؟ قال البراء وأنا أسمع أما رسول الله صلى الله عليه وسلم لم يولي يومئذ كان أبو سفيان بن الحارث آخذا بغنان بغلته فلما غشية المشركون نزل فجعل يقول أنا النبي لا كذب أنا ابن عبد المطلب قال فما رؤي من الناس يومئذ أشد منه. ഒരു മുസ്ലിമിൻ്റെ വിധി ന്യായം പറച്ചിൽ, അതല്ലെങ്കിൽ ഒരു തീർപ്പ് കൽപ്പിക്കൽ, അത് സ്വീകരിക്കാൻ ശത്രു തയ്യാറാണ്. അങ്ങനെ ആണെങ്കിൽ ആ കൂട്ടത്തിൻ്റെ ഇമാമ്, മുസ്ലിങ്ങളുടെ നേതാവ്, അംഗീകരിച്ചാൽ അത് സാധുത ഉള്ളതാകുന്നു. ഇദാ നസലൽ അദുവ്വു അലാ ഹുക്മി റജുലി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ബനി ഖുറൈദ ഗോത്രത്തിൽ ഉള്ളവർ സഅദിൻ്റെ വിധി സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ വിളിക്കാൻ ആളെ വിട്ടു. അത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സഅദ് വന്നു. ഒരു കഴുതപ്പുറത്താണ് അദ്ദേഹം വന്നത്. അടുത്ത് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവ് വരുന്നു, എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് സഅദ് വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആളുകൾ താങ്കളുടെ വിധി സ്വീകരിക്കാൻ തയ്യാറാണ്. അവർ റസൂലിൻ്റെ വിധി സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് ഒരു മുസ്ലിമിൻ്റെ വിധിയാണ് സ്വീകരിക്കുന്നത്, ശത്രുക്കളാണ് സ്വീകരിക്കുന്നത്. സഅദ് പറഞ്ഞു, എൻ്റെ വിധി എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള പട്ടാളക്കാർ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അടവും പയറ്റും ഒക്കെ പഠിച്ച ആളുകൾ, അവരെയെല്ലാം കൊല്ലണം. അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും അടിമകളായി പിടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, സഅദേ, നീ അവർക്കിടയിൽ വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ അതിന് തുല്യമായ എന്തോ ഒന്നാണ് പറഞ്ഞത്. അത് രാജാവിൻ്റെ വിധിയാകുന്നു, അതായത് അള്ളാഹുവിൻ്റെ വിധി. അപ്പോൾ അതാണ് ശരിയായ ഇസ്ലാമിക നിയമം എന്നാണ് പറയുന്നത്. ഒരു ശത്രുക്കളുമായി സന്ധിയിൽ ഏർപ്പെടുമ്പോൾ കീഴടങ്ങുക, പട്ടാളക്കാരെ കൊല്ലുക എന്നൊക്കെയുള്ള അതാത് സന്ദർഭങ്ങൾക്കനുസരിച്ചിട്ട്, പിന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തടവുകാരായി പിടിക്കുക, ഇതൊക്കെ അന്നത്തെ കാലത്തെ രീതികളായിരുന്നു. അവരടിമകളായി വരും. അതാണ് ഇസ്ലാമിക നിയമവും. عن أبي سعيد الخدري رضي الله عنه قال لما نزلت بنو قريظة على حكم سعد بعث رسول الله صلى الله عليه وسلم وكان قريبا منه فجاء على حمار فلما دنا قال رسول الله صلى الله عليه وسلم قوموا إلى سيدكم فجاء فجلس إلى رسول الله صلى الله عليه وسلم فقال له إن هؤلاء نزلوا على حكمك قال فإني أحكم أن تقتل المقاتلة وأن تصبى الذرية قال لقد حكمت فيهم بحكم المالك. ബനൂ ഖുറൈളക്കാർ ഒരു ഒറ്റ് നടത്തിയിരുന്നു. മദീനയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം കോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അവർ മറ്റുള്ള ആളുകൾക്ക് മദീനയിൽ കയറി റസൂലിനെ കൊല്ലാനും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് ആ രാജ്യത്തിൻ്റെ ഗേറ്റുകൾ തുറന്നു കൊടുക്കുന്ന പോലെയോ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് പോലെയുള്ള രാജ്യദ്രോഹ കുറ്റമാണ്. അതിനാണ് ഈ വിധി പ്രസ്താവിച്ചത്. ആ വിധി പ്രസ്താവിച്ച ആൾ മൂന്നാമനായിരുന്നു, അല്ല റസൂലല്ല വിധി പറഞ്ഞത്. അതായത് ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു ചാൻസ് കൊടുത്തു, നിങ്ങൾക്ക് ജഡ്ജിയെ തിരഞ്ഞെടുക്കാമെന്ന്. അപ്പോൾ ഈ തെറ്റ് ചെയ്ത ബനൂ ഖുറൈളക്കാർ പറഞ്ഞ ആളാണ് സഅദ് എന്ന് പറയുന്നത്. സഅദിൻ്റെ വിധി എന്ന് പറഞ്ഞ് ഇതായിരുന്നു. ഇതൊക്കെ ഒരുപാട് തർക്കവിഷയമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ശരി. കാരണം റസൂൽ ഏകപക്ഷീയമായി കൊടുത്ത വിധിയല്ല, അവർ, അതായത് തോറ്റു നിൽക്കുന്ന രാജ്യക്കാർ അല്ലെങ്കിൽ ശത്രുപക്ഷം തിരഞ്ഞെടുത്ത ജഡ്ജിയുടെ വിധിയാണത്. അവർ തന്നെ ജഡ്ജി. തടവിലുള്ളവരെ കൊല്ലുന്നത്
ഒരു കെണിയിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലത്ത് പെട്ടുകിടക്കുന്ന ഒരാളെ കൊല്ലുന്നത്. ഖത്ലുൽ അസീരി വ ഖത്ലുൽ സ്വബീരി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. അത് മക്ക വിജയത്തിൻ്റെ കൊല്ലത്തിൽ ആയിരുന്നു. തലയിൽ ഹെൽമെറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം തലയിൽ നിന്നെടുത്തു. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇബ്നു ഖസല് കഅബയുടെ തുണി, കഅബ പൊതിഞ്ഞിരിക്കുന്ന തുണിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ കൊന്നു കളഞ്ഞേക്കുക. അപ്പോൾ ചിലപ്പോൾ അന്നത്തെ ഒരു രീതിയായിരിക്കും, കഅബയുടെ അവിടെ ആരെയും കൊല്ലൂലാന്നോ അല്ലെങ്കിൽ കഅബയുടെ തുണിയെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലാൻ പാടില്ല എന്നോ എല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ അവിടെ പോയി അങ്ങനെ ഒളിച്ചിരുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ആമൽ ഫത്ഹി വഅലാ റഅസിഹിൽ മഗ്ഫറു ഫലമ്മാ നസാഹു ജാഅ റജുലുൻ ഫഖാല ഇന്ന ഇബ്ന ഖതലിൻ മുതഅല്ലിഖ ബിയസ്താരിൽ ഖഅബതി ഫഖാല ഖുതുലുഹു. ഒരു മനുഷ്യനെ തടവിലാവാൻ വേണ്ടി സ്വയം വന്ന് കീഴടങ്ങാമോ? ആരെങ്കിലും അതുപോലെ തടവിൽ ആവാൻ വേണ്ടി കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്നത്. ഹൽ യസ്തസിറു റജുലു വമൻ ലം യസ്തസിർ വമൻ റകഅ റകഅതൈനി ഇൻദൽ ഖത്ൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സരിയ, അതായത് പട്ടാളത്തിൻ്റെ ഒരു കൂട്ടം പട്ടാളക്കാരെ, ഇന്നത്തെ രീതിയിൽ അതിനെ വേണമെങ്കിൽ പ്ലാറ്റൂൺ എന്നൊക്കെ പറയാം. പ്ലാറ്റൂണിൽ 25 പേരുണ്ടാവുക. ഇതിൽ 10 പേരെയാണ് സരിയയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. അത് ആസിം ഇബ്ന് സാബിത്ത് അൽ അൻസാരിയുടെ കീഴിൽ ആണ് അവർ പോയത്. അതായത് അതിൽ നേതാവ് ആസിം ഇബ്ന് സാബിത്ത് അൽ അൻസാരി ആയിരുന്നു. രഹസ്യം ചോർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ജോലി. ഇയാൾ, അതായത് ആസിം ഇബ്ന് സാബിത്ത് അൽ അൻസാരി എന്ന് പറയുന്നത് ആസിം ഇബ്ന് ഉമർ അൽ ഖത്താബിൻ്റെ വല്യാപ്പായ ആയിരുന്നു. അതായത് ഉമ്മയുടെ ഇതിലായിരിക്കും. അവർ ഹദാ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നവരെ അവർ യാത്ര ചെയ്തു. അത് ഉസ്ഫാനും മക്കയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലം ആണ്. അവരുടെ വാർത്ത, അതായത് അവർ വന്നു എന്നുള്ള വാർത്ത ഒരു ഹുദൈലിൻ്റെ പല ഗോത്രങ്ങളുണ്ട്. അതിൽ ചെറിയൊരു തായ് വഴിയിൽ ഉള്ളവർ അറിഞ്ഞു. അവരുടെ പേര് ബനി ലിഹ്യാൻ എന്നായിരുന്നു. അവർ അപ്പോൾ 200 പേരെ അയച്ചു, പട്ടാളക്കാരെ. അവരെല്ലാവരും അമ്പെയ്ത്തുകാരും ആയിരുന്നു. അങ്ങനെ അവർ കാൽപ്പാടുകളൊക്കെ പിന്തുടർന്ന് മരുഭൂമി കൂടെയൊക്കെ ഇങ്ങനെ പട്ടാള മൂവ്മെൻ്റ് അല്ലെങ്കിൽ ആളുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കാൽപ്പാടുകളും അടയാളങ്ങളും ഉപേക്ഷിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ തപ്പി അതിൻ്റെ പുറകെ പോയി അവസാനം അവർ ഇരുന്ന് ഈന്തപ്പഴം കഴിച്ച ഒരു സ്ഥലം കണ്ടെത്തി. അത് മദീനയിൽ നിന്ന് അവർ കൂടെ കൊണ്ടുവന്നതായിരുന്നു. അവർ പറഞ്ഞു, ഇത് യസ്രിബിലെ ഈന്തപ്പഴമാവുന്നു. അപ്പോൾ കുരു കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി. അതായത് മദീനയുടെ പഴയ പേരാണ് യസ്രിബ് എന്ന് പറയുന്നത്. അങ്ങനെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് വീണ്ടും യാത്ര തുറന്നു. ആസിമും സഹാബികളും കൂടുള്ളവരും പിന്തുടരുന്നവരെ കണ്ടപ്പോൾ അവരൊരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിന്നു, ഒരു കുഞ്ഞുമലയോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അക്രമകാരികൾ അവരെ ചുറ്റിനും വളഞ്ഞു. അപ്പോൾ ചെറിയൊരു കുന്നോ മലയോ അല്ലായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, താഴേക്ക് ഇറങ്ങി വരിക, എന്നിട്ട് കീഴടങ്ങുക. ഞങ്ങൾ ഉറപ്പ് തരാം, നിങ്ങളാരെയും ഞങ്ങൾ കൊല്ലില്ല, വന്ന് കീഴടങ്ങിയാൽ മതി. ആസിം ഇബ്നു സാബിത്ത് സരിയയുടെ, അതായത് പട്ടാള കൂട്ടത്തിൻ്റെ നേതാവ്, പറഞ്ഞു, ഞാൻ ഒരിക്കലും താഴേക്ക് ഇറങ്ങി വന്ന് അക്രമകാരികളുടെ സംരക്ഷണം സ്വീകരിക്കുകയില്ല. അള്ളാഹുവെ, ഞങ്ങളുടെ വർത്തമാനം നീ നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കണേ. അതായത് ഇവിടെ എന്താ നടന്നതെന്ന് അവിടെ അറിയിച്ചു കൊടുക്കണം. അങ്ങനെ അക്രമകാരികൾ ചുറ്റിനും നിന്ന് അമ്പ ചെയ്തു. ആസിമും വേറെ 6 പേരും അതിൽ മരിച്ചു, രക്തസാക്ഷികളായി. അപ്പോൾ അതായത് 7 പേര്. ബാക്കിയുണ്ടായിരുന്ന 3 പേര് താഴേക്ക് വന്നു. അവർ കൊടുത്ത വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട്, അതായത് താഴേക്കിറങ്ങി വന്നാൽ കൊല്ലൂല എന്ന് പറഞ്ഞതുകൊണ്ടും അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ചുകൊണ്ടും, അതായത് വാക്കിന് വിലയുണ്ടാവും എന്നുള്ള രീതിയിൽ അവർ ഖുബൈബ് അൽ അൻസാരിയും ഇബ്നു ദസ്നയും വേറൊരാളും ആയിരുന്നു, ഈ 3 പേരെന്ന് പറയുന്നത്. അങ്ങനെ അക്രമകാരികൾ അവരെ പിടിച്ചപ്പോൾ അവരുടെ അമ്പിൻ്റെ ഞാണ്, അതായത് കെട്ടുന്ന വള്ളി, അതുകൊണ്ടാണ് ഈ തടവുകാരെ കെട്ടിയിട്ടത്. അപ്പോൾ അതിൽ 3ാമതായ തടവുകാരൻ പറഞ്ഞു, ഒറ്റിക്കൊടുക്കൽ അല്ലെങ്കിൽ ചതിയുടെ ആദ്യഘട്ടമാകുന്നു. അള്ളാഹു ആണേ, ഞാൻ നിങ്ങളോടൊപ്പം വരില്ല. സംശയമേ ഇല്ല, ഇപ്പം ഈ രക്തസാക്ഷികളായ 7 പേരും നമുക്ക് നല്ലതായ ഒരു മാതൃകയാണ് മുമ്പിൽ വച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അവനെ വലിച്ചു കൊണ്ടുപോയി, അവരുടെ കൂടെ ബലമായി കൊണ്ടുപോയി. പക്ഷെ വീണ്ടും അയാൾ നിരസിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ബാക്കി അവർ ഖുബൈബിനെയും ഇബ്നു ദസ്നയെയും കൊണ്ടുപോയി അവരെ അടിമകളായി മക്കയിൽ കൊണ്ടുപോയി വിറ്റു. ഇത് ബദർ യുദ്ധത്തിന് ശേഷമായിരുന്നു. ഖുബൈബിനെ അൽ ഹാരിസ് ഇബ്നു ആമിർ ബിൻ നൗഫൽ ഇബ്നു അബ്ദുമനാഫിൻ്റെ മക്കൾ വാങ്ങിച്ചു. കാരണം ഖുബൈബ് ആയിരുന്നു അൽ ഹാരിസ് ഇബ്നു ആമിറിനെ
കൊന്നത് ബദർ യുദ്ധത്തിൻ്റെ ദിവസം. അപ്പോൾ അങ്ങനെ ഖുബൈബ് അവരുടെ തടവുകാരനായി മാറി. അസ്സുഹരി വിശദീകരിക്കുന്നു, ഉബൈദുല്ലാവിന് ഇയാദ് പറഞ്ഞു അൽ ഹാരിസിൻ്റെ മകള് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിനോട്. അങ്ങനെ ആളുകൾ കൂട്ടം കൂടി ഖുബൈബിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഷേവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അന്നത്തെ രീതിയിലുള്ള എന്തോ ഒരു റേസർ കത്തി അത് ചോദിച്ചു. ഗുഹ്യസ്ഥാനത്ത് രോമം നീക്കം ചെയ്തു. ഹാരിസിൻ്റെ മകളാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ മകനെ പിടിച്ചു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അടുത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഞാനപ്പോൾ ശ്രദ്ധ തെറ്റിയിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അയാൾ എൻ്റെ മോനെ അയാളുടെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു. അയാളുടെ കയ്യിൽ ആ കത്തിയും ഉണ്ടായിരുന്നു, ഷേവ് ചെയ്യാൻ കൊടുത്തത്. ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയി. അപ്പോൾ ഖുബൈബ് ആ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അവർ പേടിച്ചിരിക്കുകയെന്ന്. അപ്പോൾ അയാൾ ചോദിച്ചു, നീ പേടിച്ചിരിക്കുന്നത് ഞാൻ ഇവനെ കൊല്ലുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അള്ളാഹു ആണേ, ഖുബൈബിനേക്കാളും നല്ലൊരു തടവുകാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ചുമ്മാ കൊച്ചിനെ കളിപ്പിക്കുകയായിരുന്നു, അത്രയേ ഉള്ളൂ. അയാളെ കൊല്ലാതിരിക്കുന്നതാണെന്നും അറിയാം, എന്നാലും അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെയോ അല്ലെങ്കിൽ സ്ത്രീയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. അള്ളാഹു ആണേ. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു, ഒരു കുല മുന്തിരി തിന്നുകൊണ്ടിരിക്കുന്നത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുമ്പ് ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയായിരുന്നു, കാലുകളായിരിക്കും. ആ സമയത്ത് മക്കയിൽ അങ്ങനെ ഒരു പഴം അല്ലെങ്കിൽ ഒരു പഴവും ഇല്ലായിരുന്നു. അൽ ഹാരിസിൻ്റെ മകള് പറയാറുണ്ടായിരുന്നു, ഖുബൈബ് ഭയങ്കരമായ അനുഗ്രഹീതനായ ഒരു മനുഷ്യനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ സാധനങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും തടവിൽ കിടക്കുന്ന ഖുബൈബിന് വേണ്ടിയിട്ട്. മറിയം അലൈഹി ഇസ്ലാമിനൊക്കെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ആ കാലത്ത് ആ നാട്ടിൽ ഇല്ലാത്ത പഴങ്ങൾ വരാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ഖുർആനിൽ കണ്ടിട്ടുണ്ട്. അന്നാലക്കി ഹാദ, ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നൊക്കെ സക്കരിയ നബി ചോദിക്കുന്നത് അലൈഹി ഇസ്ലാം. അപ്പോൾ അതുപോലത്തെ എന്തോ ഒരു കറാമത്താണ്. അങ്ങനെ അവർ പരിശുദ്ധമായ മക്കയിൽ വെച്ചിട്ട് ആരെയും കൊല്ലാറില്ല, ആ മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ മക്കയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി, ആ മക്കയുടെ പരിധിക്ക് പുറത്ത് കൊല്ലുന്നതിന് വേണ്ടി. അപ്പോൾ ഖുബൈബ് പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അനുവദിച്ചു. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതൽ നിസ്കരിക്കണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കും മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിസ്കരിക്കാത്തത്. അള്ളാഹുവെ, ഇവരെ എല്ലാവരെയും നീ കൊന്നുകളയണേ. എന്നിട്ട് ഈ കവിത അദ്ദേഹം ചൊല്ലി, ഞാൻ മുസ്ലിമായി രക്തസാക്ഷിയാവുന്നു, നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടത് എന്നതിനെപ്പറ്റി. കാരണം എൻ്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം എന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ളതാകുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ ശരീരത്തിലെ വെട്ടിമാറ്റപ്പെട്ട അവയവങ്ങളെ അവൻ അനുഗ്രഹിക്കും. അൽ ഹാരിസിൻ്റെ മകൻ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊന്നു. അങ്ങനെ ഖുബൈബാണ് മുസ്ലിങ്ങൾ തടവിലായാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം അല്ലെങ്കിൽ രീതികൾ എന്തായിരിക്കണം എന്ന് ആദ്യമായി കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ രീതി ആചാരം പോലെ ഉണ്ടാക്കിയത്. അതായത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത്. ആസിം ഇബ്നു സാബിത്തിൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹം എന്നാണ് രക്തസാക്ഷിയായത് ആ ദിവസം തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോട് അറിയിച്ചു ഈ സംഭവം, അവർക്കെല്ലാം എന്താണ് സംഭവിച്ചത് എന്നും. പിന്നീട് ഖുറൈശികളെ അക്രമകാരികളെ അറിയിക്കപ്പെട്ടു ആസിമിനെ കൊന്നു എന്ന്. അറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ആളുകളെ വിട്ടു അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി, അതായത് തല. കാരണം തലയാണല്ലോ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കാനുള്ള കാരണം ആസിം അവരുടെ നേതാവിനെ ഒരാളെ ബദർ യുദ്ധത്തിൽ കൊന്നിരുന്നു. അങ്ങനെ അവർ തല വെട്ടിയെടുക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഒരു തരം കടന്നൽ അല്ലെങ്കിൽ അതുപോലത്തെ തേനീച്ച പോലുള്ള കൊമ്പുള്ള കുത്തുന്ന ഒരു തരം പ്രാണികൾ അല്ലെങ്കിൽ ഈച്ചകൾ അത് അവിടെ ഒരുപാടുണ്ടായിരുന്നു. അതൊരു കാർമേഘം പോലെയായിരുന്നു, ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവയെ അയച്ചിരുന്നത് ആസിമിൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇവർ വന്ന് തല വെട്ടിയെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ആ പ്രാണികൾ അവിടെ ഒരു കാർമേഘം പോലെ മയ്യത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുമൊക്കെ ആയിട്ടൊക്കെ നിന്ന് അവരെ തടഞ്ഞു. അങ്ങനെ അവർക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒന്നും മുറിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതും ഒരു കറാമത്താണ്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അള്ളാഹുവെ, എൻ്റെ വർത്തമാനം അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എൻ്റെ പ്രവാചകന് നീ അറിയിച്ചു കൊടുക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഔലിയ ആയി എന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരാധിക്കാനും ദുആ ചെയ്യാനും നടക്കണ്ട. കാരണം ഇമാമികൾ എപ്പോഴും പറയുന്നത് പൊതുവെ കറാമത്ത് അല്ലെങ്കിൽ മുഅ്ജിസത്ത് ഇതൊക്കെ നടക്കുന്നത്
യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് യുദ്ധം, അല്ലെങ്കിൽ ജീവൻ പോകാൻ നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ആണ് പൊതുവേ ആളുകൾക്ക് കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയോ ശക്തി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തും പ്രവാചകന്മാരല്ലാത്തവർക്ക് കറാമത്തും കൊടുത്തിരിക്കുന്നത്. പല ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ മാക്സിമം കറാമത്തുകളും അല്ലെങ്കിൽ മുഅ്ജിസത്തുകളും സംഭവിച്ചിട്ടുള്ളത് യുദ്ധസമയവുമായി ബന്ധപ്പെട്ടാണ്. അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറത റഹ്തിൻ സരിയ്യതൻ ഐനൻ വഅമറ അലൈഹിം ആസിമ ഇബ്നു സാബിത്ത് അൽ അൻസാരിയ ജദ്ദ ആസിമ ഇബ്നു ഉമർ ഇബ്നു അൽ ഖത്താബ് ഫൻതലഖ ഹത്താ ഇദാ കാനൂ ബിൽ ഹദഅതി വഹുവ ബൈന ഉസ്ഫാന വമക്കത ദുകിറു ലി ഹയ്യ് മിൻ ഹുദൈലിൻ യുഖാലു ലഹും ബനു ലിഹ്യാൻ فنفروا لهم قريبا من 200 رجل كلهم رام فاقتصوا آثارهم حتى وجدوا ما أكلهم تمرا تزودوه من المدينة فقالوا هذا تمر يثرب فاقتصوا آثارهم فلما رآهم عاصم وأصحابه لجأوا إلى فدفد وأحاط بهم القوم فقالوا لهم انزلوا وأتونا بأيديكم ولكم العهد والميثاق ولا نقتل منكم أحدا فقال عاصم بن ثابت أمير السرية أما أنا فوالله لا أنزل اليوم في ذمة كافر اللهم أخبر عنا نبيك فرماهم بالنبل فقتلوا عاصما في 7 فنزل إليهم 3 رهط بالعهد والميثاق منهم خبيب الأنصاري وابن دثنة ورجل آخر فلما استمكنوا منهم أطلقوا أوتار قسيهم فأوثقوهم فقال الرجل الثلاث هذا أول الغدر والله لا أصحبكم إن لي في هؤلاء لأسوة يريد القتل وجرروه وعالجوه على أن يصحبهم فأبي فقتله فانطلقوا بخبيب وابن دثنة حتى باعوهما بمكة بعد وقيعة بدر فابتاع خبيبا بنو الحارث ابن عامر ابن نوفل ابن عبد مناف وكان خبيب هو قتل الحارث ابن عامر يوم بدر فلبث خبيب عندهم أسيرا فأخبرني عبيد الله بن عياض أن بنت الحارث أخبرته أنه حين اجتمعوا استعار منها موسى يستحد بها فأعرته فأخذ ابنا لي وأنا غافلة حتى أتاه قالت فوجدته مجلسه على فخذي والموسى بيده ففزعت فزعة ورفع خبيت في وجهه فقال تخشين أن أقتله ما كنت لأفعل ذلك والله ما رأيت أسيرا قط خيرا من خبيب والله لقد وجدوا يوما يأكل من قطف عنب في يده وإنه لموثق في الحديد وما بمكة من ثمر وكانت تقول إنه لرزق من الله رزقه خبيبا فلما خرجوا من الحرم ليقتلوه في الحل قال لهم خبيب ذروني أركع ركعتين فتركوه فركع ركعتين ثم قال لولا أن تظنوا أن ما بي خرج لطولتها اللهم أحصهم عددا ولست أبالي حين أقتل مسلما على أي شق كان الله مصرا وذلك في ذات الإله وإن يشاء يبارك على أوصال شلو ممزع فقتله ابن الحارث فكان خبيب هو سن الركعتين لكل امرئ مسلما قتل صبرا فاستحاب الله لعاصم بن ثابت يوم أصيب فأخبر النبي صلى الله عليه وسلم أصحابه خبرهم وما أصيبوا وبعث ناس من كفار قريش إلى عاصم حين حدثوا أنه قتل ليؤتوا بشيء منه يعرف كان قد قتل رجلا من علمائهم يوم بدر فبعث على عاصم مثل الظلة من الدبر فحمته
മിർ റസൂലിഹിം ഫലം യഖ്ദിറു അലാ അൻ യഖ്തഉ മിൻ ലഹ്മിഹി ശൈഅ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.